പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ 6-ാം അധ്യായം വളരെ സുപരിചിതമായതും അനേക മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുള്ളതും പല പ്രാവശ്യങ്ങൾ ആവർത്തിച്ച് വായിച്ചു പഠിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. എന്നിരുന്നാലും ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മുടെ ചിന്തിക്കുന്ന വചനം സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ ചിന്തിച്ച വചനം എന്ന് പറയുന്നത്. എന്താണ്? യെശയ്യാ പ്രവാചകന്റെ ഒരു ദർശനമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആദ്യത്തെ 5 അധ്യായങ്ങൾ മറ്റു മനുഷ്യനെ നോക്കിയിട്ട് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തന്റെ കുറവുകളെ കണ്ടിട്ട് തനിക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് തന്റെ അത്തരങ്ങളിൽ ശുദ്ധീകരണം വരുത്തുന്ന വലിയൊരു ദർശനത്തെ നമുക്കിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിന് 6-ാം അധ്യായം 1-12 ചില വാക്യങ്ങൾ വായിക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നും ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം. അപ്പൊ ഒരു വലിയ ദർശനമാണ്. ഈ പ്രവാചകൻ ഈ ദർശനം കണ്ടതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ദൈവം ജനത്തിന്റെ അശുദ്ധിയെ വെളിപ്പെടുത്തുകയും യെശയ്യാ പ്രവാചകന്റെ അശുദ്ധി വെളിപ്പെടുത്തുകയും ചെയ്ത പോലെ ഈ കാലഘട്ടത്തിലും ദൈവം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ജനത്തിന്റെ അശുദ്ധിയെ വെളിപ്പെടുത്തി തരുവാനും അതുപോലെ തന്നെ ആ അശുദ്ധി നിൽക്കുന്ന ജനത്തിന്റെ നടുവിൽ വിശുദ്ധിയോടുകൂടി ഞാൻ നിങ്ങൾ ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ നമ്മുടെ അശുദ്ധിയെ വെളിപ്പെടുത്തി തന്ന് ആമീൻ കർത്താവിന്റെ സകല മഹത്വവും ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവന്റെ സകല മഹത്വം അത് എന്റെ നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങൾക്കകത്തും ഈ ദൈവമഹത്വം കൊണ്ട് നിറയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിനകത്തും അവന്റെ മഹത്വം കൊണ്ട് നിറയണം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ എല്ലാ മേഖലയിലും, അത് കുടുംബജീവിതത്തിലായിരുന്നാലും എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം? നാമി സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞതുപോലെ നമ്മുടെ കുടുംബം നിറയപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിനകത്ത് എത്ര സന്തോഷമായിരിക്കും. നമ്മുടെ സഭയ്ക്കകത്ത് സ്തോത്രം ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്ന സഭ എത്ര നല്ലതായിരിക്കും അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരുടെ സഭയ്ക്കകത്ത് ദൈവമഹത്വം നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? വേർപെട്ട ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ കൂട്ടമടക്കം ദൈവസഭയ്ക്കകത്ത് പോലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ പാപത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ നകന്നുപോയി എല്ലാവരും ചടങ്ങ് പോലെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ചടങ്ങ് പോരാ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് തന്നെ ക്രൂശിൽ സമർപ്പിച്ചപ്പോൾ അവന് തന്റെ രൂപഗുണം നഷ്ടപ്പെട്ടു. യേശു ഭൂമി വന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി കഴിഞ്ഞപ്പോൾ അവന്റെ രൂപഗുണം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പുസ്തകം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് നമുക്ക് വായിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അല്ലെങ്കിൽ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്കും വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേര് മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വം ഇല്ല, കണ്ടാൽ അല്ലെങ്കിൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അല്ലെങ്കിൽ അവൻ മനുഷ്യരാ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നുവെന്ന്
ആമേൻ ലോകരക്ഷിതമായിരിക്കുന്ന സകലത്തിന്റെയും വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ആദിനും അന്തിനുമായിരിക്കുന്ന അൽഫയുമയ്യമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ ആമേൻ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ രൂപഗുണം പോലും നഷ്ടപ്പെട്ടു, കോമളത്വമില്ലാതായി, യാതൊരു സൗന്ദര്യമില്ലാതെ അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. കണ്ടോ, യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് ഈ പ്രവാചകൻ തന്നെ പറയുക. ഹല്ലേലൂയ. അപ്പം ഇനിമേൽ വീണ്ടും ഈ യേശു ക്രിസ്തു ആമേൻ ലോകത്തിലേക്ക് വരുമ്പോൾ മറിയുടെ മകനായിട്ടോ തച്ചന്റെ മകനായിട്ടോ അർക്കപ്പെട്ട കർത്താവായി കുഞ്ഞാടായിട്ടോ അല്ല വരുന്നത്. ഇനി കർത്താവ് ലോകത്തിലേക്ക് വരുന്നത്, മധ്യാകാശത്തിൽ വരുന്നത് മറിയുടെ മകനായിട്ടല്ല, ആമേൻ യോസഫിന്റെ വളർത്തു മകനായിട്ടല്ല, കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറിയ കുഞ്ഞാടായിട്ടല്ല വരുന്നത് അവൻ. ഹല്ലേലൂയ. ദൈവപുത്രനായിരിക്കുന്നവൻ ആകാശത്തിലെ മേഘങ്ങളിൽ ഹല്ലേലൂയ തന്റെ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണുമെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിനകത്ത് നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അല്ലെ പരിശുദ്ധന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അല്ലെങ്കിൽ 29 തൊട്ട് വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അവിടെ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത്തെ കുറിച്ച് കണ്ട ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ ആമി സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തി ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണുമെന്ന് ഇനി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് പ്രവാചകൻ സ്തോത്രം അല്ലയ്യ പറഞ്ഞ വാക്കുകൾ മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോൾ മത്തായി രേഖപ്പെടുത്തി വെച്ചിരിക്കും. നമ്മൾ കാണണം. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കർത്താവ് വരുന്നത്? അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും. പണ്ടവൻ വന്നത് മറിയയുടെ മകനായിട്ടാണ്, ശിശുവായിട്ട് ജനിച്ചു, 33.5 തിരുവയസ്സോടെ ജീവിച്ചു. അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിൽ യോഹന്നാസ്നാപകരെ സ്നാനമേറ്റി യോർദാനിൽ സ്നാനമേറ്റ് വെള്ളത്തിന് കയറിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി ഇവനെന്റെ പ്രിയപുത്രൻ ഇവനെ പ്രസാദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരിശുശ്രൂഷയിൽ അല്ലെങ്കിൽ അനവധി വിടുതലുകളും സൗഖ്യങ്ങളും ആശ്വാസങ്ങളും ജനം പ്രാപിച്ചു. അല്ലെങ്കിൽ അന്നേകം യേശുവിനെ അനുഗമിച്ചു. യേശു പോകുന്ന പുറകെ 10,000-കണക്കിന് ജനം, വലിയ പുരുഷാരമെന്ന എണ്ണ തീരാത്ത ജനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ജനത്തിന്റെ പാപങ്ങളെല്ലാം പരിഹരിച്ചു. ആമേൻ. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ അവസാനിക്കുന്ന സമയത്ത് യഹൂദന്മാരാൽ റോമൻ പടയാളികളാൽ മഹാപുരോഹിത ശാസ്ത്രന്മാരാൽ പിടിക്കപ്പെട്ടു. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി കാര്യരുപാണിയാ തറയപ്പെട്ടു, മുൾക്കിരീടധാരിയായി അവന്റെ ശരീരം ഉഴവുചാര പോലെ കീറി, അവന്റെ കോമളത്വം നഷ്ടപ്പെട്ട രൂപഗുണം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. നിശ്ചയപ്രമാണം 53:2 വായിച്ചതുപോലെ അങ്ങനെയുള്ള യേശു. ഹല്ലേലൂയ. എന്നാൽ ഇനി നമ്മുടെ കർത്താവായ യേശു ഭൂമി വരുമ്പോൾ ആ ഒരു നിലയിലല്ല വരുന്നത്. ഹല്ലേലൂയ. അവൻ വരുന്നത് സ്തോത്രം മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തു വന്നു പോയൊന്നും ആമയും വരുവേരെന്നും ഒക്കെ പറയുന്നവരുണ്ട്. ഇതൊക്കെ വ്യാജമാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ മകൾ പരിശുദ്ധാത്മാവ് പറയട്ടെ, നിന്റെ ഉള്ളിലെ പൊട്ടയായ ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണുന്നത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണമെങ്കിൽ, നീ അന്ന് ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ, നിനക്ക് കർത്താവിനോട് എടുക്കപ്പെടണമെങ്കിൽ, അല്ല നീ മരിച്ചു പോയെങ്കിൽ ആ കല്ലറയിൽ നിനക്ക് ഉയർപ്പ് കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ നീ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. അവന്റെ മഹത്വം കൊണ്ട് സർവ്വഭൂമി നിറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയണം. അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയായിട്ട് സംസാരിച്ച സഹോദരി പറയാ, ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞപ്പം പറഞ്ഞ കൂട്ടത്തിൽ പറയാ, മരിച്ചാലൊക്കെ തീരും. ഞാൻ പറയും, മരിച്ചാൽ തീരത്തെ ഇവിടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. അതിങ്ങനെ അതിങ്ങനെ നരകത്തിലേക്ക് പോകും. നമ്മുടെ ജഡം മാത്രമേ ഇവിടെ മരിക്കുന്നുള്ളൂ. ഉടനെ സൂര്യ മരിച്ചവരാരെയും പോയിട്ട് തിരിച്ചെഴുന്നേറ്റ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊന്നും വിശ്വസിക്കത്തില്ല എന്ന്.
അത് വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിച്ചു, അത് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പറയുന്നത് സത്യവചനം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപ്രതിഷ്ഠതയെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യത്തിനകത്തും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാമത്തെ വാക്യവും മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ വരവാണ് ഇനി ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാ അത്ഭുതം എന്ന് പറയുന്നത്. ലോകത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട്, നമുക്കറിയാം. ഒരുപാട് അത്ഭുതങ്ങൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ആഭിചാര, മന്ത്രവാദ, ദുർമന്ത്രവാദ, ദുർസേവകളിലൂടെ സാത്താൻ ഒരുപാട് മന്ത്രവാദങ്ങളിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഒരുപാട് സിദ്ധികളിലൂടെ അത്ഭുതം ചെയ്യുന്നുണ്ട്. അതെല്ലാം താൽക്കാലികമാണ്, അതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ നിലനിൽക്കുന്ന ഒറ്റ അത്ഭുതമുണ്ടെങ്കിൽ അതിന് കർത്താവായ യേശുക്രിസ്തു മഹാശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വന്ന് തനിക്ക് വേണ്ടി വിശുദ്ധമായി ജീവിച്ച് ഈ ഭൂമിയിൽ നിദ്ര കൊണ്ട അനവധി ആളുകൾ കല്ലറയിലുണ്ട്. അവർക്കൊരു ഉയർപ്പ് കൊടുക്കും. കല്ലറകളെല്ലാം പിളരും. ഹല്ലേലൂയ. കല്ലറകളെല്ലാം തുറക്കപ്പെടും. അങ്ങനെ കല്ലറയിൽ നിദ്ര പ്രാപിച്ച് കിടക്കുന്ന വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പിന്നെ ജീവനോടെ വിശുദ്ധമായി ജീവിച്ച വിശുദ്ധ പദവിയിൽ നിൽക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ, ജീവനോടെ നിൽക്കുന്നവർ, അവർ കർത്താവിനോടുകൂടെ ഹല്ലേലൂയ വസിക്കേണ്ടതിന്റെ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. അതാ ഏറ്റവും വലിയ അത്ഭുതം. അല്ലാതെ മനുഷ്യൻ പറയുന്ന അത്ഭുതങ്ങളൊന്നുമല്ല. മനുഷ്യൻ ഇന്ന് അത്ഭുതം കാണാൻ വേണ്ടി ഓടി നടക്കുക. അവിടെ അത്ഭുതം നടന്നു, ഇവിടെ അത്ഭുതം നടന്നു, അങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു. ഒരുപാട് കെട്ടുകഥകളും കെട്ടിക്കഥകളും കെട്ടിച്ചമച്ച കഥകളും എന്ത് വേണ്ട മനുഷ്യന്റെ വായ കൊണ്ട് പറഞ്ഞൊപ്പിക്കാവുന്നതെല്ലാം പറഞ്ഞ് ഒരുപാട് അത്ഭുതം സൃഷ്ടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, അങ്ങനെ ഒരു അത്ഭുതമല്ല പ്രേക്ഷകരെ ഇനി നടക്കാൻ പോകുന്നത് യേശുവിന്റെ വരവാണ്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് യേശുക്രിസ്തു തന്നെ പറഞ്ഞപ്പോൾ, സുവിശേഷങ്ങളില് ആവർത്തിച്ച് യേശു തന്നെ പറഞ്ഞു. അത് ശിഷ്യന്മാരോട് എഴുതി വെച്ചു, അപ്പോസ്തലന്മാർ എഴുതി വെച്ചെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ അവന്റെ മഹത്വം കൊണ്ട് നിറയണം. ഹല്ലേലൂയ. അവന്റെ മഹത്വം കൊണ്ട് നിന്റെ കുടുംബത്തിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവമഹത്വം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിന്റെ വീട്ടിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുന്നത്, അമ്മായിയമ്മ മരുമോള് തമ്മിൽ അടിച്ച് കലഹിച്ച് പ്രശ്നം സൃഷ്ടിക്കുന്നത്, നിന്റെ കുടുംബത്തിൽ മദ്യപാനം മദ്യക്കുപ്പികൾ നിറയപ്പെടുന്നതും നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാത്തതും മയക്കുമരുന്ന് അടിമയായി മാറുന്നതും, നിന്റെ മക്കൾ തീവ്രവാദത്തിനും ഭീകരവാദ വർഗീയതയ്ക്കും രാഷ്ട്രീയ കലാപങ്ങൾക്കും പിടിച്ചുപറിക്കും മോഷണം പീഡനത്തിനും ഒക്കെ പോകുന്നത്, ബലാത്സംഗത്തിനും ഒക്കെ നീചമായി ക്രൂരമായി കൃത്യങ്ങൾ ചെയ്യുന്നതിന് കാരണം എന്താണ്? നിന്റെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടത്, നിന്റെ കുടുംബത്തിന് ശാപം മാറാത്തത് എന്തുകൊണ്ടാണ്? ദൈവമഹത്വം നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയി. കള്ളു കുടിക്കുന്നവന്റെ ഒരുത്തരം വീട്ടിൽ ദൈവമഹത്വമില്ല കേട്ടോ. അതിവിടുത്തെ ക്രൈസ്തവർ ശരിയായിട്ട് പഠിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ കബളിപ്പിക്കുന്ന കാപട്യ വിശ്വാസം, കപടഭക്തി ആകരുത് ശ്രോതാവേ. കള്ളുകൂടിയന്റെ വീട്ടിൽ ദൈവമഹത്വമില്ല, കള്ളുകൂടിയന്റെ വീട്ടിൽ ദൈവമഹത്വം വസിക്കുക, അവന്റെ ജീവിതത്തിൽ ദൈവമഹത്വമില്ല, അവന്റെ മക്കളിലും ദൈവമഹത്വമില്ല. കള്ളുകൂടിയന്റെ ഭവനത്തിനകത്ത് സാത്താന്റെ മഹത്വമുള്ളത്, പിശാചിന്റെ മഹത്വം. അതുപോലെ വെറ്റില തിന്നുന്നവരും മുറുക്കുന്നവരും പാൻമസാല തിന്നവരും വീട്ടിൽ അടിപിടി ഉണ്ടാക്കും, കലഹമുണ്ടാക്കുന്നതും സഹോദരൻ തമ്മിൽ കലഹിക്കുന്നതും അപ്പനെയും അമ്മയും അടിക്കുന്നവരും അപ്പനെയും അമ്മയും വലിയ തല്ലിക്കൊല്ലുന്നവരും അടിച്ചുകൊല്ലും വെട്ടിക്കൊല്ലുന്നവരും, അതുപോലെ അവരെ ഓട്ടജൂമി കൊണ്ട് തള്ളുന്ന മക്കളോടും പറയട്ടെ, മരുമക്കളോട് പറയട്ടെ, നിന്റെ ഉള്ളിൽ ദൈവമഹത്വം ഇല്ലാത്തത് കൊണ്ട് സാത്താനെ നിന്നെ നടന്നത് കൊണ്ടാണ് നീ അതൊക്കെ ചെയ്യുന്നത്. പിശാചൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. ദൈവമഹത്വം നിന്റെ ഉള്ളിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ വെളിപ്പെടും. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഇല്ലാത്തപ്പോൾ സാത്താൻ നിന്നെ അടിപൊളി നയിക്കുന്നത് കൊണ്ടാണ് നിന്റെ ഉള്ളിൽ ഇങ്ങനെ ക്രൂരമായ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരാൻ സമയമായി അവന്റെ പ്രത്യക്ഷ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുമ്പോൾ നീ സ്വർഗീയ ഭവനത്തിൽ നിത്യതയിൽ കാണണമെങ്കിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ മാനസാന്തരപ്പെടണം. സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന യശയ്യാപ്രവാചകൻ ദർശിച്ചതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് ആ ദർശനം നിറയപ്പെടണം.
പ്രൈസറോ അല്ലേരിയ. ഇന്ന് ഭയങ്കര പിറുപിറുപ്പും നുണയും ഒക്കെ യേശുനെയും കുഞ്ഞാലും നിങ്ങൾ സഭയ്ക്കകത്ത് തന്നെ കണ്ടിട്ടില്ലേ? സഭയ്ക്കകത്ത് ഫാമിലി പാസ്റ്റർമാർ തമ്മിലടിക്കുന്നു, ഭാര വെക്കുന്നു, പണിയുന്നു, പൗരോഹിതന്മാർ തമ്മിൽ ഭാര പണിയുന്നു, വൈദികർ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, സഭയിലെ വിശ്വാസികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, എല്ലാ വിഭാഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോയ ഭൂമിയിലെ ആലയങ്ങൾക്കകത്ത്, ഭൂമിയിലെ എല്ലാ ആലയങ്ങളും ദേവാലയങ്ങളാണ്. ഭൂമിയിലെ എല്ലാ ആലയങ്ങളും ദേവാലയങ്ങളാണ്. അല്ലേ? ദൈവത്തിന്റെ ആലയം ദേവാലയമല്ല, ദൈവത്തിന്റെ ആലയം ദൈവാലയമാണ്. ദൈവാലയം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്നു, ദേവാലയം എന്ന് പറയുമ്പോൾ ദേവൻ വസിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ ആലയങ്ങളും ദേവാലയമാണ്. ആ ദേവാലയങ്ങളിലൊന്നും ദൈവമഹത്വമില്ല. ആ ദേവാലയങ്ങളിൽ പോയി കൂടുന്നവരുടെ ഭവനത്തിനകത്തും ദൈവമഹത്വമില്ല. ദൈവത്തിന്റെ ആലയത്തിൽ മാത്രമേ ദൈവമഹത്വമുള്ളൂ. എന്നെ കേൾക്കുന്ന വേർപെട്ട കൂട്ടം, വേർപെട്ട ബന്ധക്കോസുകാരാ, ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ സഭയ്ക്കകത്തെ കലഹം മാറ്റി, സ്ഥാനമാനങ്ങൾ മാറ്റി, കസേരക്കളി മാറ്റിവെച്ച്, തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച്, വെല്ലുവിളി മാറ്റിവെച്ച്, എല്ലാം പത്രാസം മാറ്റിവെച്ചു നിന്റെ സഭ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെട്ട ദൈവത്തിന്റെ ദൈവാലയമായി നിന്റെ സഭ മാറണം. മാത്രമല്ല, ദൈവാലയമാകുന്നതിന്റെ സഭ നിനക്ക് കൂടി വരുക 4 പേർക്ക് ഒന്നിച്ച് കൂടുവാനുള്ള 4 ചുമരുകളാണെങ്കിലും അതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ, നിന്റെ കൂടാരത്തിൽ ദൈവമഹത്വം കൊണ്ട് നിറയണം. പ്രൈസലോ. അപ്പൊ നമ്മുടെ കൂടാരത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയണം. പ്രൈസലോ. ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് കണ്ടാൽ അറിയാം. അല്ലേലിയ. പലരും പറയേണ്ട പാസ്റ്ററെ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കുടുംബത്തിനകത്ത് കണ്ണുനീര, വെല്ലുവിളിയ, അവരത് ചെയ്തു, ഇവരത് ചെയ്തു, അവർ കൂടോത്രം ചെയ്തു, മന്ത്രവാദം ശൂദ്രം ചെയ്തു, എനിക്കിങ്ങനെ ചെയ്തു, എനിക്കിങ്ങനെ ചെയ്തു, ഞാനത് വിട്ടുകൊടു, ഞാൻ പ്രതികാരം ചെയ്യും. എന്തുകൊണ്ടാണ് ഈ പ്രതികാരത്തിന്റെ മനോഭാവം നിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്? ശ്രോതാവേ, നിന്റെ ഉള്ളിൽ ദൈവമഹത്വം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നിന്നെ നടത്തുന്ന സാത്താനാ. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ മഹാശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മധ്യാകാശത്തിൽ വരുമ്പോൾ കർത്താവിനോടുകൂടെ നീ എടുക്കപ്പെടുന്ന രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് സകല അശുദ്ധിയും ചെടികതയും മാറ്റിക്കളഞ്ഞിട്ട് നീ നിന്നെ തന്നെ വെടിപ്പാക്കിയെടുക്കണം, വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവസന്നിധി പോകുള്ളൂ. അതുപോലെ തന്നെ ഒരശുദ്ധന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായി തന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയെത്രേ ദൈവം കേൾക്കുന്നത്. യേശു ക്രിസ്തു തന്നെ തന്റെ ഗിരിപ്രഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവമഹത്വം കൊണ്ടോ? ദൈവമഹത്വം കൊണ്ട് നിറയപ്പെട്ടതാണ് നിന്റെ ജീവിതമെങ്കിൽ, ദൈവമഹത്വം നിന്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ, നീയാകുന്ന കൂടാരത്തിലുണ്ടെങ്കിൽ നിന്റെ വാക്കുകൾ എത്ര സൗരഭ്യമായിരിക്കും. പക്ഷെ നിന്റെ വാക്കുകളിലൂടെ വരുന്ന ദുരന്തമുണ്ടല്ലോ, നിന്റെ വാക്കുകളിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ടല്ലോ, അതെത്ര ഭയാനകമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വലിയ വേഷഭൂഷാദികളൊക്കെ ധരിച്ച് പ്രചര വേഷധാരികളായി ഭക്തിയുടെ വേഷം അണിഞ്ഞു നിൽക്കുന്ന ദൈവസഭയെ നയിക്കുന്ന, ക്രൈസ്തവ സമൂഹത്തെ നയിക്കുന്ന, വിവിധ സമുദായങ്ങളെ നയിക്കുന്ന നേതൃത്വം നിരയിൽ നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ വായം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ദുർഗന്ധമല്ല. ജാതിയുടെ പേരും, നിറത്തിന്റെ പേരും, വിദ്യാഭ്യാസം, സൗന്ദര്യത്തിന്റെ പേരിലും, പണത്തിന്റെ പേരിലും, പാരമ്പര്യത്തിന്റെ പേരിലും ഒക്കെ തമ്മിലടിച്ച് കലഹിച്ച് അവരുടെ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം പിടിച്ച വാക്കുകൾ, മറ്റുള്ളവനെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ കൊണ്ട് നീ പലരെയും വേദനിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആകട്ടെ, നിന്റെ കുടുംബമാകട്ടെ, നിന്റെ മക്കളാകട്ടെ, സഭയാകട്ടെ, നിന്റെ ഇടയനാകട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് ദുർഗന്ധത്തിന്റെ വാക്കുകൾ മാറ്റിക്കളഞ്ഞിട്ട് സൗരഭ്യത്തിന്റെ വാക്കുകൾ പുറപ്പെടുവിക്കണം. സൗരഭ്യത്തിന്റെ വാക്കുകൾ പുറപ്പെടുവിക്കണമെങ്കിൽ യെശയ്യാവ് തന്നെ ശുദ്ധീകരിച്ചതുപോലെ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ഈ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ,
അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളിലെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞ് അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. യെശയ്യാവ് അയ്യോ എനിക്ക് കഷ്ടം. മുമ്പ് 1-5 വരെ അധ്യായങ്ങളിൽ ജനത്തെ നോക്കി പറഞ്ഞു അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞ പ്രവാചകൻ ഇപ്പം തന്നിലേക്ക് നോക്കിയിട്ട് പറയണം എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങൾ ഉള്ളൂ ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങൾ ഉള്ള ഈ ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. പ്രവാചകൻ പറയാണ് അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു മനുഷ്യനാ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള ജനങ്ങളെ നടുവിൽ ഞാൻ വസിക്കുക. ഹല്ലേലൂയ. എന്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്റെ ഉള്ളിൽ വന്ന ആ ചിന്താഗതി ആമെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ട് ഒരു തീക്കല്ലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ പറന്നു വന്നു. അത് എന്റെ വായിക്ക് തൊടുവിച്ചു. ഇത് നിന്റെ ആദരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വലിയൊരു ശുദ്ധീകരണമായി പ്രവാചകർ നടന്നത്. പഴയ നിയമത്തിലെ പൗലോസ് യെശയ്യാവ് കേട്ടോ. പുതിയ നിയമത്തിലും ഒരു പൗലോസ് ഉണ്ടല്ലോ, അപ്പോസ്തലനായ പൗലോസ്. ശക്തമായി ദൈവസഭയെ കീഴിട്ട് ലേഖനങ്ങൾ എഴുതി തന്ന ദൈവസഭയെ ദൈവമക്കളെ ഒരുക്കി ദൈവസഭയെ അടിസ്ഥാന മർമ്മങ്ങളെ അടിസ്ഥാന ഉപദേശങ്ങളെ വെളിപ്പെടുത്തി തന്ന ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ദൈവരങ്ങളിൽ പാമി പ്രയോജനപ്പെട്ട ശക്തനായ ഒരു അപ്പോസ്തലനായിരുന്നു പൗലോസ് പുതിയ നിയമത്തിൽ. എന്നാൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകനെ പഴയ നിയമത്തിലെ അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഗത്ത് കൂട്ടി നിർത്താം. ദൈവസഭയ്ക്ക് ഇന്ന് വേണ്ടത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ശക്തമായി ഈടുറ്റ ശക്തമായി ദൈവത്തിന്റെ പ്രവചനത്തെ ആത്മാവിൽ യഥാർത്ഥ പ്രവചനാത്മാവിൽ പ്രവചന ശബ്ദത്തോടെ നമ്മോട് വിളിച്ചു പറയുന്ന ശക്തിയേറിയ ദൈവിക സന്ദേശമാണ് പ്രവാചകന്റെ പുസ്തകം യെശയ്യാവ്. ആമേൻ. താൻ സംഭവിച്ചതും തന്നിൽ സംഭവിച്ചതും അന്ന് സംഭവിച്ചതും ഭൂതകാല സംഭവങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ സംഭവിക്കുന്നതിന് ഇനി ഭാവി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചും ശക്തവും വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്ന ശക്തമായ പ്രവചന ഗ്രന്ഥമാണ് യെശയ്യാവിന്റെ പുസ്തകം. അത് വായിച്ച് നീ മാനസാന്തരപ്പെടണം കേട്ടോ. ഞാൻ ഈ വേദപുസ്തകം ചെല്ലുപോയി പുതിയ നിയമത്തിൽ എന്തെല്ലാം വാക്യം കിടപ്പുണ്ട്. അതിട്ടാണോ ദാവീദിനെ പ്രസംഗിക്കുന്ന യെശയ്യാവിനെ മോശയെ പ്രസംഗിക്കുക. എന്റെ സഹോദര വേദപുസ്തകത്തിനകത്ത് തുടക്കം തൊട്ട് ദൈവം ഉപയോഗിച്ച് ആദാം ഹവ്വ തുടങ്ങി വെളിപ്പാട് പുസ്തകം എഴുതി യോഹന്നാനിൽ വരെ ആരെയെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വേദപുസ്തകം തന്നിരിക്കുന്നത്. അല്ലാതെ പുതിയ നിയമത്തിൽ മാത്രം ചെല്ല് കണ്ടുപിടിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല. പുതിയ നിയമമൊക്കെ പ്രസംഗിക്കണം. പഴയ നിയമം ഉണ്ടെങ്കിലേ പുതിയ നിയമം ഉള്ളൂ. പഴയ നിയമം ഇല്ലാത്ത പുതിയ നിയമം എന്താ? പഴയ നിയമം വരുമ്പോഴാണ് പഴയ നിയമം വായിക്കുമ്പോഴാണ് ഇതിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുന്നത്. പാപത്തിന്റെ ക്രൂരത എത്ര വലുതായിരുന്നു, പാപത്തിന്റെ ഘോരത്വം എത്ര വലുതായിരുന്നു, പാപം ചെയ്താൽ എന്ത് സംഭവിക്കും, പാപിക്ക് എന്ത് സംഭവിക്കും, പാപത്തിന് ശിക്ഷ എന്തായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൽ ജീവിച്ച് ജനം പാപം ചെയ്തപ്പോൾ അന്ന് ദൈവം കൊടുത്ത ശിക്ഷ എന്താണ്, അതിനെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ, പാപബോധം ഉണ്ടാകണമെങ്കിൽ ന്യായപ്രമാണ പുസ്തകം വായിക്കണം. ആ ന്യായപ്രമാണ പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യന് ദൈവം കൊടുത്ത ശിക്ഷയും ന്യായവിധിയും അത് പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ ഞാൻ നിങ്ങൾ വായിക്കണം. എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ആ പഴയ നിയമത്തിലെ പാപത്തിന്റെ ശിക്ഷയെ ഓർത്തിട്ട് നമുക്കും യെശയ്യാ പ്രവാചകനെ പോലെ അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരമുള്ള മനുഷ്യനെ വസിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിനെ ശുദ്ധീകരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ പുതിയ നിയമം മാത്രം വായിച്ചതുകൊണ്ട് നമ്മളൊരു വിശ്വാസിയാകത്തിന് ഭക്തനാകത്തിന് വിമർശിക്കുന്ന സഹോദരന്മാരോട് പറയട്ടെ, വേദപുസ്തകം നമുക്ക് 66 പുസ്തകം എഴുതി തന്നത് അല്ലെങ്കിൽ അത് 66 പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല കർത്താവ് വന്നത്, നിവർത്തിപ്പാൻ വന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നീ മാനസാന്തരപ്പെടണം. ശുദ്ധിയില്ലാത്ത ആദരമുള്ള നിന്റെ ആദരത്തിനകത്ത് ഒരു ശുദ്ധീകരണം നടക്കണം. അല്ലെങ്കിൽ സാറാഹുകൾ പൊടിൽ കൊണ്ട് തീക്കനൽ കൊണ്ടുവന്ന യെശയ്യാവിനെ വായിക്ക് തുടിപ്പിച്ച് അവന്റെ അകൃത്യങ്ങൾ പാപം നീങ്ങി അവൻ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ദൈവസഭ ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ മഹത്തായ ദൈവദൂതന്മാരും അവനോടുകൂടെ വരും. മഹത്വം പ്രാപിച്ച വിശുദ്ധന്മാരും കിരൂബുകളും സാറാഫുകളും അവനോടുകൂടെ വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിലെ
അല്ലേ? കർത്താവിന് ഒരു 1000 ആണ്ട് വാഴ്ചയുമുണ്ട്. സഭ എടുക്കും. സഭ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞ് അവർ 7 വർഷം അന്തിക്രിസ്തുവിന്റെ ഭരണമുണ്ട്. അതിനുശേഷം അന്തിക്രിസ്തുവിനെ സാത്താനെ ചങ്ങലയിൽ ബന്ധിക്കുന്ന ഒരു കാലകം. അതിനുശേഷമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കോടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരുമായി ആമീൻ ഭൂമിയെ 1000 ആണ്ട് വഴി ആമീൻ ഭരിക്കും. ഭൂമിയെ 1000 ആണ്ട് ഭരിക്കും. അല്ലേ? അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് സങ്കീർത്തന പുസ്തകം 24-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ച്, വാതിലുകളെയും നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെയും ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവ് പിതാവേ, അല്ലെ വചനം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാകണം. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം. ക്രിസ്തുവിന്റെ ഭവനത്തിനകത്ത് പ്രത്യക്ഷമാകാൻ വേണ്ടി, ക്രിസ്തുവിന്റെ ഭവനത്തിൽ വരാൻ വേണ്ടി നിന്റെ ഭവനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണം. ക്രിസ്തുവിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ വരാൻ വേണ്ടി മക്കളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾ മക്കളെ ദൈവവചനത്തിൽ അഭ്യസിപ്പിച്ച് വളർത്തണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പെന്തക്കോസുകാരായിരിക്കും ദൈവങ്ങൾ പറയുന്നത്, നിന്റെ മക്കളെ പഠിപ്പിക്കുന്ന മൊബൈൽ കൊടുത്തല്ല പഠിപ്പിക്കുന്ന, അവരെ ടൂറ് കൊടുത്ത് ചെറുപ്രായത്തിൽ അവരെ ഒക്കത്തെടുത്ത് വെച്ച് മൊബൈൽ കാണിച്ച് മറ്റുള്ളവർ ജീവിതമല്ല പഠിപ്പിക്കേണ്ടത്. കേട്ട സഹോദരി, നിന്റെ മക്കളെ അല്ലെ ദൈവബോധം പറഞ്ഞ് പഠിപ്പിക്കണം. മഹത്വത്തിന്റെ രാജാവിന്റെ ഉള്ളിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു കോടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരുമായി സഹസ്രാബ്ദ വാഴ്ച വരുമ്പോൾ നിന്റെ മകൻ ആ കൂട്ടത്തിൽ കാണണമെങ്കിൽ നിന്റെ മകനെ ഇവിടെ ആ മഹത്വത്തിന്റെ രാജാവ് അവന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുക, അവന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്ന ദൈവിക സന്ദേശം നീ പറഞ്ഞു കൊടുക്കണം. രക്തം ചെയ്യും പ്രൈസറോ. ആ ദൈവിക സന്ദേശം പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ക്രിസ്തു നവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. അതിന് ചില വാതിലുകളും കഥകളും എല്ലാം തടസ്സങ്ങളായി നിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു പ്രവേശിക്കാൻ കഴിയാതെ ചില വാതിലുകളും ചില കഥകളും ഒക്കെ തടസ്സമായി നിൽക്കുക. ഇന്നത്തെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തത് അടഞ്ഞു നിൽക്കുന്ന തടഞ്ഞു വെച്ച വാതിലുകളാണ്. മൊബൈൽ 24 മണിക്കൂറും മൊബൈലിനകത്ത് കുത്തിയിരുന്ന് തോണ്ടി 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 ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട്, അല്ലേ? കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അല്ലേ കണ്ണാടി വെക്കേണ്ടി വന്നു. കണ്ണാടി വെച്ചിട്ടും കാഴ്ചയില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നീ ഇദ്ദേഹത്തിനെ കുത്തിരി തോണ്ടിയുടെ മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ അനാവശ്യമായി പ്രവർത്തി വിട്ട് മടങ്ങി വന്നേനെ. രക്തം ചെയ്യും പ്രൈസറോ. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. തോണ്ടി 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 നീ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കും. കർത്താവ് വന്ന് പോകുന്നത് നീ അറിയില്ല. കർത്താവ് വന്ന് പോകുമ്പോൾ നീ ഇവിടെ തോണ്ടിക്കൊണ്ടിരിക്കും. അവസാനം തോണ്ടി തോണ്ടി നീ തോണ്ടിയ കുഴി എഴുതാറിയോ? നരകക്കുഴിയിലേക്ക് പോകും. നമ്മളിന്ന് ഓടി ഈ മൊബൈലിൽ തോണ്ടി തോണ്ടി അങ്ങോട്ടല്ലോ നമ്മൾ തോണ്ടി അങ്ങ് ഇരിക്കും. കർത്താവ് വന്ന് പോകുന്ന നമ്മുടെ ആത്മാവ് അറിയില്ല. കർത്താവ് വന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് അയ്യോ പത്തോ നിലവിളിച്ചുകൊണ്ട് കാര്യമില്ലെന്ന് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി സ്തോത്രം. ഹല്ലേലൂയ. നീ കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വിശുദ്ധന്മാരുമായി വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ദൂതന്മാരുമായി വരുമ്പോൾ നീ എഴുന്നേൽക്കണമെങ്കിൽ, നീ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇവിടെ നീ തോണ്ടിയിരിക്കാതെ മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിൽ പ്രവേശിപ്പാൻ നിന്റെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത് കർത്താവിനോട് കൂടെ ചേരുന്നവർക്കാണ് പിന്നീട് 1000 ആണ്ട് വാഴ്ചയിൽ അവർക്ക് വരുവാൻ കഴിയുള്ളൂ. അല്ലാതെ നീ ഇവിടെ ഇത് തോണ്ടി തോണ്ടി അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവൻ തന്നെ വീണതുപോലെ നീ മൊബൈലിൽ തോണ്ടി തോണ്ടി അവസാനം തോണ്ടി തോണ്ടി നീ എവിടെ ചെല്ലും? നരകത്തിൽ ചെല്ലും. അവിടെ നിനക്ക് ഇത് തോണ്ടാനൊന്നും പറ്റത്തില്ല. ഈ മൊബൈലൊന്നും കാണത്തില്ല, മൊബൈലൊന്നും കിട്ടത്തില്ല. അവിടെ കിടക്കുന്ന നരകത്തിൽ കിടക്കുന്ന സകല ദുഷ്ടന്മാര്, ദുഷ്ടനായ കായിൻ കൊലപാതകനടക്കം സകല ദുഷ്ടന്മാരും കിടക്കാത്ത തീയും ചാകാത്ത പുഴുമുള്ള എരിയുന്ന തീച്ചൂളം പോലെ വെന്തു നിൽക്കുന്ന എരിഞ്ഞു നിൽക്കുന്ന നരകത്തിനകത്ത് നരകക്കടലിൽ നീ കിടന്ന് വെന്തുരുകും. ഹല്ലേലൂയ. അതിനു മുമ്പ് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി നിന്റെ കുടുംബത്തിനകത്ത് ആ ദൈവമഹത്വം നിറയട്ടെ. പ്രൈസലോ. കുടുംബത്തിനകത്ത് ആ ദൈവമഹത്വം നിറയണം. സ്തോത്രം. എങ്കിലേ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പാട്ടയുള്ള കഥകളെ ഉയർന്നതിനും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മഹത്വത്തിന്റെ രാജാവായി വന്ന് 1000 സംവത്സരം ഭരിക്കും. അപ്പോൾ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനത്താലും വലിയ മഹത്വത്താലും നിറഞ്ഞിരിക്കുന്നത് പോലെ നിറഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത്.
ഇതിനെക്കുറിച്ച് പ്രവാചകന്റെ പുസ്തകം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ഒന്ന് വായിക്കുന്നത് നല്ലതാ കേട്ടോ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് കണ്ടും കേട്ടും ഒക്കെ പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഹബക്കൂക്കിന്റെ പ്രസ്ഥാനമൊക്കെ ഹബക്കൂക്കിന്റെ പുസ്തകമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. അല്ലെ എന്താണ്? ആമി കർത്താവായ യേശുക്രിസ്തു ആമി സമുദ്രം ആമി വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ യഹോവയുടെ ആമിലരിയ പരിജ്ഞാനത്താലും മഹത്വത്താലും നിറഞ്ഞിരിക്കും. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞ ഹബക്കൂക്കിന്റെ പുസ്തകം 2:14 നിങ്ങൾ വായിക്കണം കേട്ടോ. അവിടെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഹല്ലേലൂയ. നാം ദൈവത്തോട് ചേർന്ന് വസിച്ച് നമ്മൾ ദൈവ മഹത്വം കാണുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഞാൻ ആ ഹബക്കൂക്കിന്റെ പുസ്തകം 2:14 വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. ഹല്ലേലൂയ എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സ്നേഹിത, നമുക്ക് ദൈവത്തോട് ചേർന്ന് വസിക്കാൻ കഴിയട്ടെ. അപ്പൊ ഈ പ്രവാചകൻ പറഞ്ഞ യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആ വചനം അല്ലെ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത് കൂടെ ചേർന്ന് നീ വായിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ ഹല്ലേലൂയ അതിനെ കാണും. യഹോവയുടെ വായിൽ അരളിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-5 കൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പല സ്ഥലത്തും രേഖപ്പെടുത്തി വെച്ചിരിക്കട്ടെ. എന്തിനാണ് ഇത് രേഖപ്പെടുത്തി വെച്ചത്? നമുക്ക് വായിക്കാൻ വേണ്ടിയാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 ഹല്ലേലൂയ 5 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അവനെ കാണും. യഹോവയുടെ വായിലു അരുളി ചെയ്തിരിക്കുന്നത് കേട്ടു, വിളിച്ചു പറക്കാം എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടി എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിന്റെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിമേൽ ഓതുകിയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ ജനം പുല്ല് തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുമെന്ന്. ഇതൊക്കെ ഇവിടെ വെളിപ്പെടുന്നതാ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 സംവത്സര ഭരണത്തിന്റെ മഹത്വത്തെ കുറിച്ച് അറിയണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11:35 കൂടെ വായിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്ന ദൈവമഹത്വത്തെ കുറിച്ച് ഈ 2 അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 ചേർത്ത് വായിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. എനിക്ക് ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുരി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോട് കൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ എളിയ പൊതിക്കൽ ആമി കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പോത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ദോഷമോ നാശമോ ഒന്നും വരികയില്ലെന്ന് വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11 6, 7, 8, 9 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. വരാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എത്ര വ്യക്തവും ശക്തമായിട്ടാണ് ആമേൻ വലിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വായിക്കണം കേട്ടോ. യെശയ്യാ പ്രവാചകൻ 11 6-9 വായിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ ഭാഗം ദൈവത്തിനോട് കിടപ്പുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അവൻ 7-ാം നാളിൽ വിശ്രമിച്ചതുപോലെ യേശു കർത്താവ് ഭൂമിയിൽ നമ്മെ സകലവും സൃഷ്ടിച്ച് 7-ാം നാൾ വിശ്രമിച്ചതുപോലെ വരാൻ പോകുന്ന 1000 ആണ്ട് സംവത്സരത്തിൽ യേശു ക്രിസ്തു നമ്മോടുകൂടെ വിശ്രമിക്കുവാൻ പോവുകയാണ്. നാം അവരോടുകൂടെ ചേർന്ന് ഭരിക്കാൻ പോവുകയാണ്. സൃഷ്ടി ദൈവോത്തരമാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വെളിപ്പാമിൽ റോമാലേഖനം 8:19 വായിക്കുന്നത് പോലെ നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കട്ടെ. സർവ്വമഹത്വവും വലിയ ഭൂമി മുഴുവൻ അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞതുപോലെ ആമീൻ നമ്മുടെ ജീവിതം വലിയ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് സർവ്വ
ആമേ ഭൂമിയും അല്ലെ അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ കണ്ണുകൾ നടക്കാമോ? നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറി, അന്ധകാരം മാറി, ശൂന്യത മാറി. നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക മഹത്വം നിറയപ്പെടും. നിന്റെ അശുദ്ധി മാറി. നിന്റെ ഹൃദയം, നിന്റെ വായ ശുദ്ധി, നിന്റെ ഹൃദയം, നിന്റെ ജീവിതം, നിന്റെ കുടുംബം ദൈവമഹത്വം കൊണ്ട് നിറയപ്പെടുവാൻ, നിന്റെ ദൈവമഹത്വം നിറയുവാൻ, നിന്റെ പ്രവർത്തന മേഖലയിൽ ആമി നീ കടന്നു പോകുന്ന എല്ലാ മേഖലയും ദൈവമഹത്വം നിറയപ്പെട്ട ഒരു ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിൽ നീയും കാണപ്പെടാൻ വേണ്ടി നിത്യതയിൽ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിച്ചായിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാർത്തകത്തിനും ആരംഭത്തിനും അശന യാച ഓർമ്മണിച്ച് ഓൾടെ ജീവിത തടവറയിലായിരിക്കും സകല ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുക. രാജ്യരാഷ്ട്ര തലവന്മാർ, മത സാമൂഹിക സംസ്കാരം, മാധ്യമ മീഡിയമാർ എന്നുള്ള ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിഞ്ഞു തൊട്ട് കൊട്ടാരത്ത് വരെ ജന കേരളത്തിനും ലോക രാജ്യം 800-ലധികം കൂടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ സകല ജനത്തെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന മനുഷ്യ മധ്യത്തിനും മയക്കൊരു പാൻസരകരി അടിപ്പെട്ട് ഈ ലോകത്തിന് ജടിക്ക് വ്യഭിചാര വരസം ഉഷ്കാമി വിഗ്രഹപ്പെട്ട് സാധാരണ കയ്യിൽ അവർന്ന പിശാചിന്റെ ഗടിയിലൂടെ യാത്ര നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവേ ഇന്ന് പകൽ ഞങ്ങൾ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. മടങ്ങുവന്ന് മാനസാന്തരയുടെ സാർവഭൗമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ സകല കുടുംബങ്ങളിലും സകല വ്യക്തികളിലും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെട്ട് ജീവിതത്തിന്റെ ഇരുള് മാറി, ശാപം മാറി, വേദനം മാറി അവർ വിടിവിക്കും കർത്താവിന്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു അനുഭവത്തെ ജനത്തിന് കൊടുക്കണമേ. ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ലോകപാടും വിശ്നർക്കുന്ന വിശ്രമമാണ് ആരാധന അനുഗ്രഹിക്കണമേ. പല സ്ഥലത്തും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവസഭയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് നിലവിൽ ദൈവമക്കൾ ഉറച്ചു നിന്ന് ധീര്യം പ്രവർത്തിക്കുന്ന പ്രാർത്ഥിപ്പാടിയാണ്. ഈശ്വരനും ജയിലിൽ കിടക്കുന്ന ദൈവമക്കളും ദൈവാശ്വാസന്മാരുണ്ട്. അവരെ ദൈവം സൂക്ഷിക്കാൻ പരിപാലിക്കും. ആരാധന ദൈവമഹത്വം നിറയപ്പെടുന്ന ദിവസമായി തീരുവാൻ കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസൻ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹം ദൈവമഹത്വം കൊണ്ട് നിറയപ്പെട്ടതുപോലെ സകല ജനത്തിന്റെ ഉള്ളങ്ങളിലും ഈ ദൈവമഹത്വം നിറയപ്പെടാനായി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.